അസ്സലാമു അലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ്. ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇത്തിരി വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ചിക്കനൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ആവശ്യമായ സാധനമാണിത്. 2 സവാള ഞാൻ കുരുകുരാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി എടുത്ത് ഞാൻ കുനുകുനാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഇച്ചിരി വലിയ പച്ചമുളകാണ്, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യം. നമുക്ക് അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ചതച്ച് വെച്ചിരിക്കുന്നു. പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കട്ട് ചെയ്ത് വെച്ച. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. സവാളയൊക്കെ നല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കാം. ഇനി മല്ലിയില ഇവിടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉടച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ബ്രെഡ് എടുത്ത് പൊടിച്ച് ചൂടാക്കി എടുത്തതാണിത്. അതുകൂടെ നമുക്ക് ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർത്താൽ മതി. നല്ല രീതിയിലൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും. ബ്രെഡിൻ്റെ പൊടി ഇടുമ്പോൾ ഇത്തിരി കൂടെ നല്ല ക്രിസ്പി ആയിരിക്കും. അതിനാണ് ഞാൻ ചേർത്തത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് വിരവിയെടുക്കാം. അത് ഇനി ഇതൊന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് മുക്കി പൊരിക്കാനാണിത്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. വെട്ടം കുറഞ്ഞ് കറണ്ട് പോയതാണ്.
ഇതുപോലെ എടുത്ത് ഞാൻ കയ്യിൽ വേണമെങ്കിലും വെച്ച് റെഡിയാക്കാം. ഞാൻ ദാ ഈ ഒരു ഇതിലാണ് വെക്കുന്നത്. ഇതുപോലെ എടുത്ത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഉണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആക്കി ഉണ്ടോ, ഇതുപോലെ ഷേപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കാം. കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ കുറച്ച് ബ്രെഡ് പൊടിയൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് ഒന്ന് ആക്കി കൊടുത്തിട്ട് ബ്രെഡിലേക്കൊന്ന് ആക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് പറക്കിയിട്ട് കൊടുക്കാം. ഹാഫ് തീയിൽ വെച്ച് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാച്ചൂടെ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് കോരിയെടുക്കാം നമുക്കിതൂടെ. എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ടൊമാറ്റോ സോസ് കൂടെ കൂട്ടി വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റായിരിക്കും.